MSC Elsa 3 എന്ന കപ്പൽ ചെരിഞ്ഞു കിടക്കുക തന്നെയാണ്. ഈ രക്ഷാദൗത്യം എവിടെ വരെ എത്തി, ഈ കപ്പലിനുള്ളിൽ ആരൊക്കെയാണ് ഇപ്പോഴുള്ളത്, അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ജയലക്ഷ്മി, 24 പേരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 21 പേരെ ഇന്നലെ തന്നെ കപ്പലിൽ നിന്ന് പുറത്തേക്ക് മാറ്റിയിരുന്നു. ക്യാപ്റ്റനും ചീഫ് എഞ്ചിനീയറും ഒപ്പം സെക്കൻഡ് എഞ്ചിനീയറും കപ്പലിൽ തുടരുകയാണ്. ഇവരുടെ നാവികസേനയുടെയും തീരസംരക്ഷണ സേനയുടെയും നിർദ്ദേശമനുസരിച്ചാണ് ഇവർ കപ്പലിൽ തുടരുന്നത്. കാരണം ചെരിഞ്ഞ കപ്പൽ നേരെയാക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുന്നു. അങ്ങനെ ശ്രമങ്ങൾ തുടരുമ്പോൾ ഈ കപ്പലിന്റെ സാങ്കേതിക വശങ്ങളെല്ലാം ഏറ്റവും കൃത്യമായി അറിയാവുന്നത് ഈ ജീവനക്കാർക്കാണ്. അതുകൊണ്ട് അവരോട് കപ്പലിൽ തുടരാൻ നാവികസേനയും തീരസംരക്ഷണ സേനയും നിർദ്ദേശിച്ചതനുസരിച്ചാണ് ഇവർ കപ്പലിൽ തുടരുന്നത്. അതേസമയം ഈ കപ്പലിൽ നിന്ന് ഏതാണ്ട് 9 കണ്ടെയ്നറുകൾ കടലിൽ വീണു എന്നാണ് കരുതുന്നത്. ഈ കണ്ടെയ്നറുകൾ നിലവിൽ ഒരിടത്തും കണ്ടുകിട്ടതായി വിവരമില്ല. മത്സ്യത്തൊഴിലാളികൾക്കോ മറ്റോ എന്തെങ്കിലും വിവരം കിട്ടിയാൽ അറിയിക്കണമെന്നുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. പക്ഷേ അത്തരമൊരു അറിയിപ്പും ഒരു മേഖലയിൽ നിന്ന് കിട്ടിയിട്ടില്ല. അതേസമയം വടക്കൻ കേരളത്തിലായിരിക്കാം ഒരുപക്ഷെ ഈ കണ്ടെയ്നറുകൾ ആദ്യമെത്താൻ സാധ്യത എന്നൊരു സൂചന ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. പിന്നീട് ഇത് തൃശ്ശൂർ മുതൽ ആലപ്പുഴ വരെയുള്ള തീരങ്ങളിൽ എവിടെയും എത്തിയേക്കാമെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു. പക്ഷേ ഒരിടത്തും കണ്ടെത്തിയിട്ടില്ല. അതേസമയം ഈ കണ്ടെയ്നറുകൾക്കുള്ളിൽ ഉള്ള വസ്തുക്കൾ അപകടകാരികളാണ് എന്നതാണ് ഏറ്റവും ആശങ്ക നിറഞ്ഞ കാര്യം എന്ന് പറയുന്നത്. കാരണം സൾഫർ അംശം കലർന്ന വസ്തുക്കളാണ് ഉള്ളത്. ഈ കടലിൽ ഇവ കലരുകയാണെങ്കിൽ അത് കടലിലെ ആവാസ വ്യവസ്ഥയ്ക്ക്, ജീവജാലങ്ങൾക്ക്, ജീവികൾക്ക് ഒക്കെ അവയുടെ ആരോഗ്യത്തെ ഒപ്പം അവയുടെ ജീവനെ പോലും ദോഷകരമായി ബാധിക്കുന്ന വസ്തുക്കളാണ്. ഒപ്പം പരിസ്ഥിതിയെയും ദോഷകരമായി ബാധിക്കുന്നു. മാത്രമല്ല മനുഷ്യർക്കും ഹാനികരമാകുന്ന വസ്തുക്കളാണ് ഈ കണ്ടെയ്നറുകളിൽ ഉള്ളത് എന്നുള്ളതാണ് ആശങ്ക നിറഞ്ഞ കാര്യം. അതേസമയം ഈ വസ്തു എന്ന് പറയുന്നത്, അതായത് ഈ കപ്പലിൽ നിന്ന് പോയ കണ്ടെയ്നറിൽ ഉണ്ടായിരുന്ന വസ്തു എന്ന് പറയുന്നത് വലിയ കപ്പലുകളിലും മറ്റും ഇന്ധനമായി ഉപയോഗിക്കുന്ന ലോ ഡെൻസിറ്റി സൾഫറാണ്. ചെറിയ ബോട്ടുകളിലും മറ്റും ഡീസലും അതുപോലുള്ളവയും ഇന്ധനമായി ഉപയോഗിക്കുമ്പോൾ വലിയ കപ്പലുകളിലാണ് ഇവ ഇന്ധനമായി ഉപയോഗിക്കുന്നത്. എന്തായിരുന്നാലും ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ കണ്ടെയ്നറുകളെ കുറിച്ച് നിലവിൽ വിവരം ലഭിച്ചിട്ടില്ല. അതേസമയം ആശ്വാസകരമായ മറ്റൊരു കാര്യമുണ്ട്. സാധാരണഗതിയിൽ ഇത്തരം അപകടകരമായ വസ്തുക്കൾ കപ്പലിൻ്റെ മുൻഭാഗത്ത് കണ്ടെയ്നറുകൾ അടുക്കി വയ്ക്കാറില്ല. ഏതാണ്ട് മധ്യഭാഗത്താണ് അടുക്കി വയ്ക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ എണ്ണം താഴെ പോകാനുള്ള സാധ്യത തുലം കുറവാണ് എന്നും പറയപ്പെടുന്നു. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ വിവിധ ഏജൻസികൾ കൃത്യമായ നിരീക്ഷണം നടത്തി വരുന്നു. അതേസമയം ഈ ചെരിഞ്ഞു നിൽക്കുന്ന കപ്പൽ ഉയർത്തുന്നതിനുള്ളൊരു തടസ്സമെന്ന് പറയുന്നത് പ്രതികൂല കാലാവസ്ഥയാണ്. നമുക്കറിയാം, എന്തായാലും ഈ കപ്പൽ ചെരിഞ്ഞു നിൽക്കുന്ന കപ്പൽ ഉയർത്താനുള്ള ദൗത്യമാണ് തുടരുന്നത്. പക്ഷേ പ്രതികൂല കാലാവസ്ഥ ഒരു വലിയ ദുർഘടമായ അവസ്ഥ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രദീപ് റിപ്പോർട്ട് ചെയ്യുന്നത്.